ഹലോ, ഇന്ന് ഞാൻ നല്ല നാടൻ കോഴി നാടൻ മസാല ഒക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു അടിപൊളി പെരട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിതാ ഇവിടെ 1 കിലോ കോഴി എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ നോക്കാം. ഞാനിവിടെ പൊടികളായിട്ട് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി ഇവയൊക്കെ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. തിള വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുത്തതിന് ശേഷം അരമണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് 7-8 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുത്തു. അത് പൊട്ടിയതിന് ശേഷം 2-3 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടിയും ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 10-12 ചെറിയുള്ളി ചതച്ചത് എടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് എരിവ് കുറവായി തോന്നുന്ന കാരണം കൊണ്ട് കാശ്മീരി ചില്ലിപ്പൊടി തന്നെ ഒരു 1/2 ടീസ്പൂണോളം കൂടി ഞാൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും ആവശ്യത്തിനാണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറവായി തോന്നുകയാണെങ്കിൽ ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് മസാല വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി 1 പിടി മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ നാടൻ കോഴി നാടൻ മസാലകളൊക്കെ ഇട്ടിട്ട് വെച്ച അടിപൊളി പെരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.